മലയാളികളുടെ കാര്യത്തിലാണ് ഇനി അടുത്തൊരു ആശങ്ക നിലനിൽക്കുന്നത്. കാരണം ഈ മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട 53 മലയാളികളെ കുറിച്ച് ഇനിയും വിവരങ്ങളൊന്നും കൃത്യമായി കിട്ടിയിട്ടില്ല. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിന്റെ ഏകോപന ചുമതലയോടെ മുഖ്യമന്ത്രി, ദുരന്ത നിവാരണ അതോറിറ്റി, നോർക്ക റൂട്ട്സ് എന്നീ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉള്ളതാണ് ഈ 53 അംഗ സംഘം. അവര് അവധിക്കാല യാത്ര, അതേപോലെ തീർത്ഥാടനം, ട്രക്കിംഗ് തുടങ്ങിയ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നേപ്പാളിലേക്ക് പോയതാണ്. ഒരു അപ്ഡേറ്റ് നമുക്ക് ആ വിഷയത്തിൽ കൂടെ വേണം. ഹാൻസ് ഉണ്ട് വിവരങ്ങളുമായിട്ട്. ഹാൻസെ, മലയാളികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇത് 53 പേരാണ് ഇനി കണ്ടെത്താനുള്ളത്, വിവരങ്ങൾ ലഭിക്കാനുള്ളത് എന്നുള്ളത് നോർക്ക റൂട്ട്സിന്റെ CEO കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചിരുന്നു. ആ കണക്കിൽ തന്നെ ഇന്ന് പുലർച്ചെയും നമ്മൾ നിൽക്കുകയാണ്. കാരണം അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ രാവിലെ പറഞ്ഞ കാര്യം, അതിൽ നിന്നും പ്രതീക്ഷാവഹമായിട്ട് ഒരാളെ കുറിച്ച് പോലും അധികമായ ഒരു വിവരം കിട്ടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എന്താണ് ഈ മലയാളികളുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ് എന്താണ്? സേതു, നോർക്ക നൽകുന്ന വിവരമനുസരിച്ച് 105 മലയാളികൾ നിലവിൽ നേപ്പാളിലുണ്ട്. അതിൽ 36 പേർ കാനങ്ങാട് നിന്ന് വന്നവരാണ്, 16 പേർ കോട്ടയത്ത് നിന്ന് സഞ്ചരിച്ചവരാണ്. ഇവരെല്ലാവരും സുരക്ഷിതരാണ്. ഇവരുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞു എന്നാണ് നോർക്ക കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് വരെ അറിയിച്ചിരിക്കുന്നത്. അതിൽ 53 പേരുടെ കാര്യത്തിലാണ് നിലവിൽ ഈ ആശങ്ക തുടരുന്നത്. ഇന്നലെ മുതൽ ഈ നേപ്പാളിൽ മിന്നൽ പ്രളയം ഉണ്ടായതിന് പിന്നാലെ ഏതൊക്കെ മലയാളികൾ അല്ലെങ്കിൽ മലയാളികൾ ആരൊക്കെ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹെൽപ്പ് ലൈൻ ഡെസ്കുകൾ നമ്പറുകൾ ആരംഭിച്ചത്. ഈ നമ്പറുകൾ വഴി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് 105 മലയാളികൾ നിലവിൽ നേപ്പാളിലുണ്ട് എന്നുള്ള വിവരം നോർക്കയ്ക്ക് ലഭിച്ചത്. അതിൽ തന്നെ 53 പേരുടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമം നോർക്കയുടെ ഭാഗത്തു നിന്ന് തുടരുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെയും മൊബൈൽ നമ്പറുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും നേരിട്ട് ബന്ധപ്പെടാനോ സുരക്ഷിതമായ സ്ഥാനത്താണോ എന്ന് കൺഫേം ചെയ്യാനോ ഇതുവരെയും നോർക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം പല സ്ഥലങ്ങളിലും ഇപ്പോഴും നെറ്റ്വർക്ക് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നേരിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നോർക്ക പറയുന്നത്. പക്ഷേ ഈ 53 പേരുടെയും കുടുംബാംഗങ്ങളുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അവർ നൽകുന്ന വിവരങ്ങൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് നൽകുകയും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിന്റെ ഏകോപന ചുമതലയോടെ ഈ ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അവർക്ക് നേരിട്ട് ലഭിക്കുകയാണെങ്കിൽ അത് നോർക്കയെ അറിയിക്കാൻ അല്ലെങ്കിൽ വിവിധ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ അറിയിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതേസമയം ഈ 53 പേരെയും കണ്ടെത്തുന്നതിന്റെ ഭാഗമായി അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ വിവരശേഖരണം നടത്താൻ അല്ലെങ്കിൽ വിവരശേഖരണം കാര്യക്ഷമമായി നടത്താൻ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു വിവരശേഖരണം നടത്തുന്നതിലൂടെ പെട്ടെന്ന് ആളുകളെ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാനുള്ള സാധ്യതയും കൂടുതലാണ്. സേതു.